എനിക്ക് വയസ്സ് കൂടിപ്പോയോ, ഇത്രയായിട്ട് 23 വർഷം ഞാൻ ഈ പഠിക്കുക എന്നുള്ളത് വിട്ടു നിന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് എന്നുള്ളൊരു പേടി നല്ലോണം ഉണ്ടായിരുന്നു. ഞാൻ 23 വർഷമായിട്ട് പാലക്കാടിലുള്ള ഒരു ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അക്കൗണ്ട്സിലായിരുന്നു. പിന്നെ ഇപ്പോൾ മാർക്കറ്റിങ്ങിലേക്ക് മാറാമെന്നുള്ള തീരുമാനം വന്നു. അതിനുശേഷം അതിലേക്ക് എത്തിയപ്പോഴാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതിനെക്കുറിച്ച് അറിയാതെ മാർക്കറ്റിങ്ങിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമായി. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയെ ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നു. അവർ പറയുന്ന കാര്യങ്ങളാവട്ടെ എനിക്കൊന്നും മനസ്സിലാവണുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് 1 lakh വരെ എത്താൻ തുടങ്ങിയപ്പോൾ നമ്മൾക്കതൊട്ടും പറ്റില്ല, ഫീസിബിൾ ആവില്ല. അപ്പോൾ ഗൗരി മാഡം MD ആണ്. മാഡം പറഞ്ഞു നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കല്ലേ സിന്ധു ചോദിച്ചു. ഞാൻ ഡെഫിനറ്റ്ലി മാഡം പഠിക്കാം. എന്താണെന്ന് വെച്ചാലും എപ്പോഴും ടാലി അടക്കം അക്കൗണ്ട്സ് മുതൽക്കുള്ളത് മാഡമാണ് പഠിപ്പിച്ചിരിക്കുന്നത്. മാഡം ചോദിച്ചു പഠിക്കല്ലേ ചോദിച്ചു. അപ്പോൾ എനിക്ക് CDA ആണെന്ന് പോലും സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണ വരെ എനിക്കറിയില്ലായിരുന്നു. CDA ആണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്ത് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു എത്ര കാലം സെയിൽസ് ഉണ്ടോ അത്രയും കാലം നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഉണ്ടാവും എന്നുള്ള ആ ഒരൊറ്റ വാക്ക്. പിന്നെ ക്ലാസ് തുടങ്ങി മാഡം ഫസ്റ്റിന് അത് നമുക്ക് 2 പേർക്കും കൂടി ചെയ്യാമെന്നുള്ള രീതിക്കായിരുന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് മാഡം പറഞ്ഞു എനിക്ക് 2 മണിക്കൂർ ദിവസവും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, സിന്ധു ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരി ചെയ്യാം. പക്ഷെ എനിക്ക് ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ബാക്കിയുള്ള സ്റ്റുഡൻസൊക്കെ നല്ലോണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് വയസ്സ് കൂടിപ്പോയോ, ഇത്രയായിട്ട് 23 വർഷം ഞാൻ ഈ പഠിക്കുക എന്നുള്ളത് വിട്ടു നിന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് എന്നുള്ളൊരു പേടി നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോകെ എനിക്ക് മനസ്സിലായി എനിക്ക് മറ്റുള്ളവരെക്കാളും നന്നായി തന്നെ ചെയ്യാൻ പറ്റേണ്ട. എന്ത് സബ്മിഷൻ പറയുമ്പോഴും ഫസ്റ്റ് ഞാനാവണം എന്നുള്ളൊരു വാശി അല്ലെങ്കിൽ ഒരു സന്തോഷം, നമ്മൾ ഫസ്റ്റ് ആവണു എന്നുള്ളത് കാണുമ്പോഴൊരു സന്തോഷം. റാങ്ക് ചെയ്ത് വരുമ്പോൾ വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് അറിയില്ല, അപ്പോൾ ഒരു 50-ൽ താഴെ എവിടെയെങ്കിലും നിന്നാൽ മതി, അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ആദിത്യ മാം നല്ലോണം സപ്പോർട്ട് ചെയ്ത് വന്നു. അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് 12 മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് 7 വരെയാണ് എനിക്ക് വർക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീടെത്തുമ്പോൾ 8 മണിയാകും. എനിക്ക് 2 കുഞ്ഞു മക്കളുണ്ട്. അവർക്ക് 2 പേർക്കുള്ള ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ 11 മണിക്കാണ് ഇതിൻ്റെ വർക്കിന് ഇരിക്കുക. 2 മണി വരെയാണ് എൻ്റെ വർക്കിംഗ് ടൈം. ഇതിനിടയിൽ ഞാൻ മിക്കവാറും എല്ലാവരും ഉപദ്രവിച്ചിട്ടുണ്ട്. മെൻറ്റേഴ്സിനെ അത്യാവശ്യം നന്നായി തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ അവർ അത്രയും സപ്പോർട്ടീവായിട്ട് അന്ന് രാത്രിക്ക് കിട്ടിയില്ലെങ്കിലും രാവിലെ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഓൺലൈനിൽ നിന്ന് പോവുക, ഓഫ്ലൈനിലേക്ക് പോവുക. എങ്കിൽ കൂടിയും രാവിലെ ആകുമ്പോഴേക്കും എനിക്ക് പിറ്റേത്തെ ക്ലാസ് ആകുമ്പോഴേക്കും എനിക്കത് കിട്ടിയിരുന്നു. അതിൻ്റെ ഇതാണ് എനിക്ക് ഓരോ സബ്മിഷൻ ചെയ്യുന്നത്. ആ എക്സൽ ഷീറ്റ് ഫുൾ ബ്ലാങ്കിൽ ഓരോന്ന് ഫില്ല് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അല്ല നിനക്ക് മാത്രമേ ഉള്ളൂ, അതെ എനിക്ക് മാത്രമേ ഉള്ളൂ CDA എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലെല്ലാ ക്ലാസ്സും വൃത്തിക്ക് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ റാങ്ക് ചെയ്ത് വന്നു, സെക്കൻഡിലെത്തി നിന്നു. അപ്പോൾ എനിക്ക് സങ്കടമായി, അയ്യോ ഫസ്റ്റിലേക്ക് എത്തി, അല്ല 10-ൽ ഫസ്റ്റ് വരുന്നുള്ള ആ 50 എന്നുള്ളത് മുന്നിലേക്ക് വന്ന് 11 എത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ കൊണ്ടും പറ്റൂലേ, അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തു. അത് പിന്നെ സെക്കൻഡിലെത്തി. അപ്പോൾ ആദിത്യ മാം പറഞ്ഞു പിന്നെ അത് ക്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി. പിന്നെ എനിക്കും വർക്ക് പ്രഷർ അവിടെ നല്ലോണം ഉണ്ടായിരുന്നു, എനിക്കിത് ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു മതി, ഇത്ര മതി. പിന്നെ മാം പറഞ്ഞു സിന്ധു കുഴപ്പമില്ല, ഇത് സെക്കൻഡ് എന്നുള്ളത് നല്ലൊരു പൊസിഷൻ തന്നെയാണ്. അപ്പം എനിക്ക് വാശി അങ്ങനെ പറ്റില്ലല്ലോ, എനിക്ക് ഫസ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞ് ദിവസവും വൈകുന്നേരം ഈ പറഞ്ഞ പോലെ 11 മണി തൊട്ടിട്ട് ഉറക്കം വന്ന് തൂങ്ങുമ്പോഴാണ് SEO എന്നുള്ളത് ഞാൻ മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് ലാബിലേക്ക് പോകുമ്പോൾ പറയും ചേച്ചി ഉറക്കമൊന്നുമില്ലേ, ഇല്ല എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തിയേ മതിയോ. അപ്പോൾ ഞാനിതാ ഫസ്റ്റായി, ഫസ്റ്റിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു ടു ആദിത്യ മാം. ശരിക്കും പറയണം, ആദിത്യ മാമിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആദിത്യ മാമിനെ മാത്രമല്ല, ഷമീം സാറായാലും ഷമ്മ സാറായാലും ആരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഗൂഗിൾ ആഡ്സ് ചെയ്യുകയാണെങ്കിലും മറ്റ് ആഡ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ലാബിൻ്റെ ഫുൾ വർക്കും ഏജൻസിയെ മുഴുവനും മാറ്റിയിട്ട് ഫുൾ വർക്ക് ഞാൻ ചെയ്യാൻ തുടങ്ങി. മറ്റ് ആഡ്സ് ചെയ്യാൻ തുടങ്ങി. ROI വലിയ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. ഐ എം സോ ഹാപ്പി. താങ്ക് യു CDA എന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് കൈപിടിച്ച് ഉയർത്തിയതിന്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോകത്ത് എന്താണെന്ന് എനിക്ക് പരിചയപ്പെടുത്തി തന്നതിനും മെൻറ്റേഴ്സിനോടും CDAയോടും എൻ്റെ കൂടെയുള്ള കുട്ടികളോടും വളരെയധികം താങ്ക് യു ഉണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്.